ഹായ് ഓൾ, ടാലി പ്രാക്ടിക്കലിന്റെ തേർഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഈ ഒരു സ്ക്രീനിൽ നിന്നാണ് നമ്മൾ ലാസ്റ്റ് ക്ലോസ് ചെയ്തത്, അതായത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന്. സോ ഗേറ്റ് വേ ഓഫ് ടാലിയിലുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് കുറച്ച് ടാബുകൾ കാണാൻ പറ്റും. കമ്പനി, ഡാറ്റ, എക്സ്ചേഞ്ച്, ഗോ ടു, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഷെയർ, പ്രിന്റ്, ഹെൽപ്പ്. ഇത്രയും ഓപ്ഷൻസിൽ അതിന് കുറെ സബ് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ കമ്പനി എന്നുള്ള ടാബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് വരുന്ന ഓപ്ഷൻസ് ആണ് ക്രിയേറ്റ്, ഓൾട്ടർ, ചേഞ്ച്, സെലക്ട്, ഷട്ട്, പിന്നെ ഓൺലൈൻ ആക്സസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കോൺഫിഗറേഷനിലുള്ള കുറച്ച് കാര്യങ്ങൾ. അതേപോലെ ഡാറ്റ ടാബില്, എക്സ്ചേഞ്ച് ടാബില്, ഗോ ടു, ഇമ്പോർട്ട് ടാബ്, എക്സ്പോർട്ട് ടാബ്, ഷെയർ, പ്രിന്റ്, ഹെൽപ്പ്. ഓരോ ടാബിലും ഓരോ സബ് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ കമ്പനിയിൽ നോക്കുവാണെങ്കിൽ അതിന്റെ തൊട്ടടുത്തായിട്ട് കെയും അതിന്റെ താഴെ ഒരു ലൈന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ആൽഫബറ്റും അതിന്റെ താഴെ ഒരു അപ്പർ കേസും വന്നാൽ അതിനെ നമുക്ക് ഷോർട്ട് കട്ട് കീ ആയിട്ട് പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓൾട്ട് പ്ലസ് കെ. നമ്മുടെ കീബോർഡിൽ ALT എന്ന് പറയുന്ന ഒരു കീ കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ഓൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആയിട്ടുള്ള കെയും. അപ്പൊ ഓൾട്ടിലും കെയിലും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കേഴ്സർ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ആയി ഇവിടെ വരും. ഇതേ സമയം ഡാറ്റ ആണെങ്കിലോ അപ്പോ ഓൾട്ട് പ്ലസ് വൈ. ഇനി എക്സ്ചേഞ്ച് ആണെങ്കിൽ ഓൾട്ട് പ്ലസ് സെഡ്. ബാക്കിയുള്ള ഓപ്ഷൻസും അതേപോലെ ഓൾട്ട് പ്ലസ് ഒ, ഓൾട്ട് പ്ലസ് ഇ, ഓൾട്ട് പ്ലസ് എം, ഓൾട്ട് പ്ലസ് പി, ഇങ്ങനെയാണ് വരുന്നത്. ഇതിന് താഴെ പ്രത്യേകിച്ച് ഒരു അപ്പർ കേസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വെറുതെ F1 എന്നുള്ളത് പ്രസ് ചെയ്താൽ മതി. F1 എന്ന് വെച്ചാൽ നമ്മുടെ ആൽഫബറ്റ് എഫും ന്യൂമറിക് 1ഉം അല്ല, നമ്മുടെ കീബോർഡിന്റെ ഏറ്റവും മുകളിൽ കുറച്ച് ഫംഗ്ഷൻ കീസ് ഉണ്ട്. F1, F2, F3 എന്നിങ്ങനെ F12 വരെ ഉണ്ട്. അതിലുള്ള F1 ആണ് ഈ F1 ഹെൽപ്പിന് വേണ്ടി പ്രസ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യത്തെ ഒന്നുകിൽ നമുക്ക് കേഴ്സർ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഓൾട്ട് പ്ലസ് കെ യൂസ് ചെയ്യാം. അപ്പൊ ഈ കമ്പനി ടാബിലുള്ള ഓപ്ഷൻസ് ഇങ്ങനെ വരും. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ആണ്. എന്ന് വെച്ചാൽ കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ടാലി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് വന്ന ആ സ്ക്രീനിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ക്രിയേറ്റ് കമ്പനി എടുത്ത് കമ്പനി ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. അതല്ലാതെ വേറെ ചില ഓപ്ഷൻസ് ഉണ്ട് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അല്ലേ. അതിലൊരു ഓപ്ഷനാണ് ഇത്. അതായത് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ടാലി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ വരുന്ന കമ്പനി ടാബിൽ ക്ലിക്ക് ചെയ്തോ അതല്ലെങ്കിൽ ഓൾട്ട് പ്ലസ് കെ പ്രസ് ചെയ്തോ വരുന്ന ഓപ്ഷനിൽ നിന്ന് ക്രിയേറ്റ് കമ്പനി എടുത്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന ഓപ്ഷനാണ് ഇത്. സോ നമുക്ക് ഒരു കമ്പനിയും കൂടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ A ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്തത് അല്ലേ. അപ്പൊ ഈ ക്ലാസ്സിൽ നമുക്കൊരു B ലിമിറ്റഡ് എന്ന് ക്രിയേറ്റ് ചെയ്യാം. കമ്പനിയുടെ പേര് ഞാൻ B ലിമിറ്റഡ് എന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഫേക്ക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ അടിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് റീജിയനും കൺട്രിയും മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം സ്റ്റേറ്റിൽ പോയി കേരള സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് സെക്കൻഡ് ക്ലാസ് കണ്ടതുകൊണ്ട് ഓൾറെഡി അറിയാം എങ്ങനെയാണ് സെലക്ട് ചെയ്തെടുക്കേണ്ടത് എന്നൊക്കെ ആ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് പറയുന്നില്ല. കമ്പനിയുടെ സ്റ്റേറ്റും കൺട്രിയും സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ജസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ കറക്റ്റ് അല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കൺട്രോൾ പ്ലസ് A അടിച്ച് സേവ് ചെയ്യാം. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് ആയിട്ട് കുറച്ച് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ലാസ്റ്റ് എടുത്ത ക്ലാസ്സിൽ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്, ഇങ്ങനെ കമ്പനി ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഈ ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ യെസ് ഓർ നോ ആക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും എടുക്കാന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ വീണ്ടും എടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഈ ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഞാൻ ഒന്നും എൻ്റർ ചെയ്യുന്നില്ല, ജസ്റ്റ് വീണ്ടും കൺട്രോൾ പ്ലസ് A അടിച്ച് അതും കൂടെ സേവ് ചെയ്തു. അപ്പൊ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ വന്ന് കമ്പനി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ. ഇനി രണ്ടാമത് ക്രിയേറ്റിന്റെ താഴെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം, ഓൾട്ടർ. ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പൊ A ലിമിറ്റഡ് ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ B ലിമിറ്റഡ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷമാണ് നമുക്ക് ആ കമ്പനിയുടെ അഡ്രസ് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പേര് അടിച്ചതിൽ സ്പെല്ലിംഗ് തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇയർ തെറ്റിപ്പോയി, കൺട്രി അടിച്ചതോ റീജിയൻ അടിച്ചതോ തെറ്റിപ്പോയി, വോട്ടെവർ എന്തെങ്കിലും തെറ്റിപ്പോയി എന്ന് വിചാരിക്കാം. അപ്പൊ ആ കമ്പനി നമുക്കൊന്ന് തിരുത്തണം അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ കമ്പനി ടാബിൽ പോയി ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ എടുത്താലായിട്ട് മതി.
അപ്പൊ ഓൾറെഡി നമ്മുടെ സോഫ്റ്റ്വെയറിൽ ആകെ 2 കമ്പനിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? എ ലിമിറ്റഡും ബി ലിമിറ്റഡും. അതിൽ ബി ലിമിറ്റഡിലാണ് നമുക്ക് ഈ കറക്ഷൻ വരുന്നതെങ്കിൽ ഇതൊന്ന് ബി ലിമിറ്റഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എ ലിമിറ്റഡ് ആണെങ്കിൽ എ ലിമിറ്റഡ് കഴ്സർ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമുക്ക് ആരോസ് യൂസ് ചെയ്തിട്ട് രണ്ടിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ബി ലിമിറ്റഡ് ആണ് എനിക്ക് വേണ്ടത്. എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടി എന്താ പറഞ്ഞു തന്നത്? ഒന്നുകിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റർ അടിക്കാം. അപ്പൊ ഞാൻ ജസ്റ്റ് എൻ്റർ അടിക്കുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് എന്താ എന്തെങ്കിലും തിരുത്തണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നത് ഓൾട്ടർ ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇപ്പൊ സ്റ്റേറ്റ് കേരള ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ബീഹാർ ആണ് ആക്കി കൊടുക്കുന്നെങ്കിൽ എനിക്ക് ബീഹാർ ആക്കാം. ആസാം ആണെങ്കിൽ ആസാം ആക്കി കൊടുക്കാം. ഏത് വേണമെങ്കിലും ഇവിടെ നിന്ന് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് Ctrl+A അടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആകും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ ഓൾട്ടറേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് ഞാൻ Ctrl+A അടിച്ച് സേവ് ചെയ്യാണ്. എന്തെങ്കിലും തെറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്? ഇതുപോലെ ഓൾട്ടർ എന്നുള്ള ഓപ്ഷൻ എടുത്ത് അതിൽ വന്ന കറക്ഷൻ മാറ്റി കൊടുക്കേണ്ടത്. ക്ലിയർ? ഇനി ഈ സ്ക്രീനിൽ നിന്ന് എനിക്ക് തൊട്ട് പുറകിലോട്ട് പോകണം. അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന കീ ആണ് എസ്കേപ്പ് കീ. സാധാരണ നമുക്ക് ബാക്ക് അടിക്കാൻ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് ആയിട്ട് ഒരു ആരോ കീ പല സോഫ്റ്റ്വെയറുകളിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ ടാലിയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എസ്കേപ്പ് കീ പ്രസ് ചെയ്യുന്നത്. നമ്മുടെ കീബോർഡിൽ ലെഫ്റ്റ് സൈഡ് ഏറ്റവും മുകളിലായിട്ട് ESC എന്ന് പറയുന്ന ഒരു കീ കാണാൻ പറ്റും. അതിനെയാണ് എസ്കേപ്പ് കീ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എസ്കേപ്പ് കീയിലാണ് ജസ്റ്റ് പ്രസ് ചെയ്യുന്നത്. അപ്പൊ ഒരു തവണ പ്രസ് ചെയ്തപ്പോ ജസ്റ്റ് ആ ടൈപ്പ് ചെയ്ത ഭാഗം ഒന്ന് ബ്ലാങ്ക് ആയി പോയി. വീണ്ടും ഒരു തവണയും കൂടെ എസ്കേപ്പ് അടിക്കുമ്പോഴാണ് തൊട്ട് പുറകിലോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അൺഡു ഒക്കെ ചെയ്യുമല്ലോ, Ctrl+Z തൊട്ട് പുറകിലോട്ട്, വീണ്ടും ഒന്നുകൂടെ അടിച്ചാൽ വീണ്ടും തൊട്ട് പുറകിലോട്ട് എന്ന് പോകുന്ന പോലെയാണ് ഈ എസ്കേപ്പിന്റെ ഒരു ആക്ടിവിറ്റി കേട്ടോ. അപ്പൊ കമ്പനി ടാബില് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതും കമ്പനിയിൽ എന്തെങ്കിലും കറക്ഷൻ വരികയാണെങ്കിൽ അത് ഓൾട്ടർ ചെയ്യുന്നതും നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഞാൻ വീണ്ടും പ്രസ് ചെയ്തത് കൊണ്ടാണ് അത് വന്നത് കേട്ടോ. ഒന്നുകൂടെ പുറകിലടിച്ചതിന് ശേഷം അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം, ചേഞ്ച്. ചേഞ്ച് എന്നുള്ളതിന് നേരെ ഒരു F3 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കീയും കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു കീബോർഡിന്റെ ഏറ്റവും മുകളിലായിട്ട് F1 തൊട്ട് F12 വരെയുള്ള ഫംഗ്ഷൻ കീസ് ഉണ്ട് എന്ന്. അതിലുള്ള F3 ആണ് ഈ ചേഞ്ചിന്റെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒന്നുകിൽ നമുക്ക് ഈ കേഴ്സർ യൂസ് ചെയ്ത് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ F3 പ്രസ് ചെയ്താലും ഈ ഒരു ഓപ്ഷൻ വരും എന്നതാണ് ആ ഫംഗ്ഷൻ കീ കൊടുത്തത് കൊണ്ടുള്ള അർത്ഥം. ഇപ്പൊ നിലവിൽ കമ്പനി നിൽക്കുന്നത് ബി ലിമിറ്റഡിലാണ്. ബി ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുവാണെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു പർച്ചേസ് ചെയ്തു, സെയിൽ ചെയ്തു, ഏതെങ്കിലും ഒരു എക്സ്പെൻസ് സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻകം വന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്യുമ്പോൾ ബി ലിമിറ്റഡ് എന്നുള്ള കമ്പനിയിലേക്കാണ് കയറുക. അപ്പൊ ആ കമ്പനി അല്ല, എനിക്ക് പെട്ടെന്ന് എ ലിമിറ്റഡിന്റെ ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യണം. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ നിൽക്കുന്ന ബി ലിമിറ്റഡ് എന്നുള്ള കമ്പനി മാറ്റി എ ലിമിറ്റഡിലേക്ക് മാറ്റണമെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ. അപ്പൊ ബി ലിമിറ്റഡ് ആണ് നിന്നത്, ഞാൻ അതിനെ എന്താക്കാൻ പോണ്? എ ലിമിറ്റഡ് ആക്കാൻ പോണ്. ജസ്റ്റ് ഞാൻ അതിനകത്ത് എൻ്റർ അടിച്ചു. ഈ ലെഫ്റ്റ് സൈഡ് നെയിം ഓഫ് കമ്പനി എന്നുള്ളതിന്റെ താഴെ നിങ്ങൾക്ക് എ ലിമിറ്റഡ് എന്നുള്ളത് ബോൾഡ് ആയിട്ട് വന്ന് കാണാൻ പറ്റും അല്ലെ? അതിന്റെ തൊട്ട് താഴെ എ ലിമിറ്റഡ് ബി ലിമിറ്റഡ് എന്ന് കാണാം. പക്ഷേ നമ്മൾ ഇപ്പൊ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള കമ്പനിയാണ് ഏറ്റവും മുകളിൽ ബോൾഡ് ചെയ്ത് നെയിം ഓഫ് കമ്പനി എന്നുള്ളതിന്റെ തൊട്ട് താഴെ കാണുന്ന എ ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്ന് വീണ്ടും എനിക്ക് ബി ലിമിറ്റഡിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനി ടാബിൽ പോയി ചേഞ്ചിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് ബി ലിമിറ്റഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നോക്കൂ, നെയിം ഓഫ് കമ്പനിയുടെ താഴെ എന്താ വരുന്നത്? ബി ലിമിറ്റഡ് എന്നാണ്. ഒന്നുകിൽ നമുക്ക് ആ കമ്പനിയിൽ പോയിട്ട് ഇതുപോലെ ചേഞ്ച് കമ്പനി കൊടുത്ത് മാറ്റി കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച 2 കമ്പനീസ് എ ലിമിറ്റഡ് ബി ലിമിറ്റഡ് എന്നുള്ളത് ഇതിന്റെ തൊട്ട് താഴെ തന്നെ രണ്ടും ഒരുമിച്ച് വന്ന് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ആ എ ലിമിറ്റഡിൽ ക്ലിക്ക് ചെയ്താൽ നെയിം ഓഫ് കമ്പനിയുടെ താഴെ നോക്കൂ എ ലിമിറ്റഡ് ആയി. വീണ്ടും ബി ലിമിറ്റഡിൽ ക്ലിക്ക് ചെയ്താൽ നെയിം ഓഫ് കമ്പനിയുടെ താഴെ ബി ലിമിറ്റഡ് ആയി. ഇങ്ങനെ ഇവിടെ നിന്നും നമുക്ക് ക്ലിക്ക് ചെയ്ത് കമ്പനി ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ക്ലിയർ? വീണ്ടും നമുക്ക് കമ്പനി ടാബിലേക്ക് പോവാം. സോ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കമ്പനിയിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഓൾട്ടർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഈ നാലാമതായിട്ട് വരുന്നത് എന്താ? സെലക്ട്. സെലക്ട് എന്നുള്ളതിന്റെ നേർക്ക് Alt+F3 എന്നുള്ളൊരു ഫംഗ്ഷൻ കീ കാണാം അല്ലെ? അപ്പൊ സെലക്ട് എന്നുള്ളതിൽ ഒന്നുകിൽ കേഴ്സർ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലുള്ള ഓൾട്ട് കീയും ഏറ്റവും മുകളിലെ ഫംഗ്ഷൻ കീ ആയിട്ടുള്ള F3യും ഒരുമിച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ സെലക്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പൊ തൽക്കാലം ഞാനിവിടെ കേഴ്സർ യൂസ് ചെയ്തിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കിവിടെ കമ്പനി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതും നമുക്ക് ചേഞ്ച് പോലെ തന്നെയുള്ള ഒരു ഓപ്ഷനാണ്. കാരണം ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ മറ്റൊരു കമ്പനി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ സെലക്ട് അല്ലെങ്കിൽ Alt+F3 വരുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക്.
അപ്പൊ നോക്കൂ, വീണ്ടും ചേഞ്ച് ചെയ്യാനുള്ള ഏകദേശം അതേ ഓപ്ഷൻ പോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. എ ലിമിറ്റഡ് അല്ലെങ്കിൽ ബി ലിമിറ്റഡ്. ഇതിൽ ഏത് കമ്പനിയാണോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ബി ലിമിറ്റഡ് ആണ് എനിക്ക് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ഞാൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ബി ലിമിറ്റഡ് എന്നുള്ള കമ്പനി സെലക്ട് ആയി വന്നു. ഇനി വരുന്നത് ഷട്ട് കമ്പനിയാണ്. Ctrl+F3 എന്നതാണ് ഷട്ട് കമ്പനിയുടെ ഷോർട്ട് ഫോം. അപ്പൊ ഒന്നുകിൽ നമുക്ക് കീബോർഡിൽ കാണുന്ന കൺട്രോൾ കീയും F3യും കൂടെ പ്രസ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഷട്ട് എന്നുള്ള ഓപ്ഷനിൽ കേഴ്സർ യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്യാം. ഷട്ട് കമ്പനി എന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ പുറത്തു പോവുക. അപ്പൊ എ ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയുണ്ട്, ബി ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയുണ്ട്. അപ്പൊ ബി ലിമിറ്റഡ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ഇവിടെയും ബി ലിമിറ്റഡ് എന്നുള്ളത് സെലക്ട് ആയി വന്നത്. അപ്പൊ ഈ ബി ലിമിറ്റഡ് എന്നുള്ള കമ്പനിയിൽ നിന്ന് നമുക്ക് പുറത്തു പോകണം എന്നാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ബി ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനി നെയിം ഓഫ് ദ കമ്പനിയുടെ താഴെ ഇപ്പൊ ഉണ്ടോ? ഇല്ല. എ ലിമിറ്റഡ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ. അപ്പൊ കമ്പനി എന്നുള്ള ടാബില് കമ്പനി ക്രിയേറ്റ് ചെയ്യാനും ഓൾട്ടർ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും സെലക്ട് ചെയ്യാനും ഷട്ട് ചെയ്യാനും നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇനി ബാക്കിയുള്ളതില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ഈ കോൺഫിഗറിന്റെ തൊട്ട് താഴെയുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിന് നേർക്ക് F11 എന്ന് കാണാം അല്ലെ? അപ്പൊ ഫംഗ്ഷൻ കീയിലുള്ള F11 കീ പ്രസ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഫീച്ചേഴ്സിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. അതായത് കമ്പനി ക്രിയേറ്റ് ചെയ്ത് Ctrl+A പ്രസ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ ഒരു ഫീച്ചർ സ്ക്രീന് വന്നു. അത് നമുക്ക് തൽക്കാലം ആവശ്യമുള്ളത് എസ് നോ ആക്കിയിട്ട് പോവാം. അത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ആവശ്യം വരുമ്പോൾ ഈ കമ്പനി ടാബിൽ വന്ന് ഈ ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് എടുത്താൽ മതി. അപ്പൊ ഞാൻ ജസ്റ്റ് Ctrl+A അടിച്ച് പ്രസ് ചെയ്യാണ്. ഇനി ബാക്കിയും കമ്പനിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അതായത് ഓൺലൈൻ ആക്സസിനകത്ത് കണക്ട്, ഡിസ്കണക്ട്, കണക്ടിവിറ്റി സ്റ്റാറ്റസ്, റിമോട്ട് ആക്സസ്, ബ്രൗസർ ആക്സസ്, കോൺഫിഗറിൽ തന്നെ സെക്യൂരിറ്റി, ടാലി വോൾട്ട്, ഓൺലൈൻ ആക്സസ്. ഇതൊന്നും ഇപ്പൊ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരാത്തതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ള ഓപ്ഷൻസ് മാത്രമേ അപ്പൊ കമ്പനിയിൽ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ എന്ന്. അങ്ങനെയല്ല, ഈ ടാലി സോഫ്റ്റ്വെയർ ഉള്ള എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യാവുന്നതാണ്. അതിൽ എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ പറഞ്ഞു പോകുന്നില്ല. കാരണം നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോൾ അതിന്റെ ഒപ്പം പറഞ്ഞു പോകുമ്പോൾ എന്താണ് അതിന്റെ റിയൽ പർപ്പസ് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. പിന്നെ ചില ഓപ്ഷൻസ് നമുക്ക് സിലബസിൽ വരുന്നില്ല. അപ്പൊ ടാലി സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് 1 മാസത്തെ കോഴ്സ് ഉണ്ടാവും, 3 മാസത്തെ ഉണ്ടാവും, 6 മാസത്തെ ഉണ്ടാവും, 1 വർഷത്തെ കോഴ്സ് ഉണ്ടാകും. ശരിക്കും ഈ ടാലി സോഫ്റ്റ്വെയർ എത്ര പഠിച്ചാലും തീരാത്ത ഒരു കാര്യമാണ്. ഒരുപാട് ഓപ്ഷൻസ് അതിനകത്തുണ്ട്. അപ്പൊ നമ്മുടെ സിലബസിൽ കവർ ആവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് വരുന്നത്. മാത്രമല്ല ഓരോ ട്രാൻസാക്ഷൻസ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഒപ്പം നമുക്കുള്ള ഓപ്ഷൻസ് എടുത്തു പോവാം. ഇനി അടുത്തത് ഡാറ്റ ടാബ് ആണ്. ഡാറ്റ ടാബിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കാണിക്കുന്നില്ല ഇപ്പൊ തൽക്കാലം. കമ്പനിയിലെ ഡാറ്റാസ് ഒക്കെ ലോസ് ആയി കഴിഞ്ഞാൽ അത് ബാക്കപ്പ് ചെയ്തെടുക്കാനും റീസ്റ്റോർ ചെയ്യാനും കമ്പനി ഡാറ്റാസ് ഒക്കെ സ്പ്ലിറ്റ് ചെയ്യാനും പിന്നെ റിപ്പയർ ചെയ്യാനും മൈഗ്രേറ്റ് ചെയ്യാനും അങ്ങനെ കുറേ ഓപ്ഷൻസ് നമ്മുടെ ഈ ഡാറ്റ ടാബിലുണ്ട്. പിന്നെ എക്സ്ചേഞ്ചിനകത്തും നമുക്ക് GST ലോഗിൻ ചെയ്യാനും ലോഗൌട്ട് ചെയ്യാനും പിന്നെ GST റിട്ടേൺസ് ഒക്കെ ചിലത് അപ്ലോഡ് ചെയ്യാനും ചിലതൊക്കെ ഡൗൺലോഡ് ചെയ്യാനും അങ്ങനെ കുറെ ഓപ്ഷൻസ് ഒക്കെ ഈ എക്സ്ചേഞ്ച് ടാബിനകത്താണ് വരുന്നത്. അതേപോലെ ഇമ്പോർട്ടും എക്സ്പോർട്ടും. ഇമ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമുക്ക് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇറക്കുമതി എന്നുള്ളതാണ് അല്ലെ? ഏകദേശം ആ ഒരു കാര്യം തന്നെയാണ് വരുന്നത്. ബാങ്ക് ഡീറ്റെയിൽസും GST റിട്ടേൺസും ഒക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ ടാലി സോഫ്റ്റ്വെയറിനകത്ത് ഇമ്പോർട്ട് ചെയ്തെടുക്കാം, അതേപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുക. ഇപ്പൊ ചില ഡാറ്റാസ് ഒക്കെ ചില ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ നമുക്ക് വേറെ ഏതെങ്കിലും ഫയലുകളിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരെണ്ണം പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമുക്ക് ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇപ്പൊ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് മെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ചില കാര്യങ്ങളിലേക്ക് ഇപ്പൊ വാട്സാപ്പ് എന്നൊക്കെ കാണുന്നത് കണ്ടോ, അതുപോലെ ചില ബാക്കിയുള്ള സോഫ്റ്റ്വെയറുകളിലേക്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും. ദെൻ എങ്ങനെ പ്രിന്റ് എടുക്കാൻ പറ്റും. ഇപ്പൊ ടാലി സോഫ്റ്റ്വെയറിലൊക്കെ നമ്മൾ ബില്ലുകളും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ ആ ബില്ലുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് പ്രിന്റ് എടുത്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുക. പിന്നെ ഹെൽപ്പിലുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിലും ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല. നമുക്ക് ചില കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് യൂസ് ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവാം. നമ്മൾ ഏറ്റവും സെന്ററിൽ സ്കിപ്പ് ചെയ്ത ഒരു കാര്യമാണ് ഗോ ടു എന്ന് പറയുന്ന ഓപ്ഷൻ. ഗോ ടുവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റ് ഓഫ് റിപ്പോർട്ട്സ് വന്നിരിക്കുന്നത് കണ്ടോ? അതിനകത്ത് സേവ്ഡ് യൂസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, കോമൺ റിപ്പോർട്ട്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, പിന്നെ ഫൈനൽ അക്കൗണ്ട്സ് റിപ്പോർട്ട്സ്, റിസീവബിൾസ് ആൻഡ് പേയബിൾസ് റിപ്പോർട്ട്സ് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റുകളും ഓരോ ഓപ്ഷൻസും ഈ ഗേറ്റ് വേ ഓഫ് ടാലിയുടെ അകത്ത് തന്നെ ഉണ്ട്. എങ്കിലും നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഗോ ടു എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കിടക്കുന്നത്. അപ്പൊ ഗോ ടുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ഡാഷ്ബോർഡ് ആണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ടേ ഉള്ളൂ, ക്ലിക്ക് ചെയ്തിട്ടില്ല.
ഡേ ബുക്ക് ആണ് വേണ്ടതെങ്കിൽ ഡേ ബുക്ക് സെലക്ട് ചെയ്യാം. ഇനി ബിൽസ് റിസീവബിൾ ആണ് വേണ്ടതെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. സ്റ്റോക്ക് സമ്മറി ആണ് വേണ്ടതെങ്കിൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ക്ലിക്ക് ചെയ്താൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ അതിനകത്ത് വരുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സ്റ്റോക്ക് സമ്മറിയിലാണ് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. ഇത് സ്റ്റോക്ക് സമ്മറിയാണ്. ഇതിന് എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇതിനകത്ത്? ഇല്ല. എന്താ കാരണം? സ്റ്റോക്കുകളായിട്ട് നമ്മളൊന്നും പർച്ചേസ് ചെയ്തതായിട്ടോ സെയിൽ ചെയ്തതായിട്ടോ ഈ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്തിട്ടില്ല. കമ്പനി മാത്രമല്ലേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ആ കമ്പനിയിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് എല്ലാം ബ്ലാങ്ക് ആയിട്ട് വരുന്നത്. ജസ്റ്റ് ബാക്ക് അടിക്കാൻ വേണ്ടി ഞാൻ എസ്കേപ്പ് കീ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് തിരിച്ച് നമ്മുടെ ഈ ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള സ്ക്രീനിലേക്ക് വരുന്നത്. ക്ലിയർ ആയോ? ഇനി റൈറ്റ് സൈഡ് നമുക്ക് ഡേറ്റ് കമ്പനി എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് കാണാം അല്ലെ. അപ്പൊ F2 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ ആണ് ഡേറ്റിന്റെ ഷോർട്ട് കട്ട് കീ. അതിന്റെ റൈറ്റ് സൈഡ് ആയിട്ട് വരുന്ന ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് F2 ഡേറ്റും ഓൾട്ട് F2 പീരീഡും. എന്തുകൊണ്ടാണ് ഓൾട്ട് F2 എന്ന് പറഞ്ഞത്? F2ന്റെ താഴെ ഒരു അപ്പർ കേസ് വരുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഓൾട്ട് F2 എന്ന് പറയുന്നത്. ഈ വെറും F2 എന്ന് കൊടുത്തിരിക്കുന്ന ഡേറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് ഇപ്പോഴത്തെ കറന്റ് ഡേറ്റ് ആണ്. അപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്താണോ എന്നുള്ളതാണ് ഇതിനകത്ത് വരിക. അപ്പൊ നിങ്ങൾ ക്ലാസ് കാണുന്ന സമയത്തുള്ള ഡേറ്റ് ആയിരിക്കില്ല അത്. ആൻഡ് ഞാൻ ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന ഡേറ്റും ആയിരിക്കില്ല അത് വരിക. നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ജസ്റ്റ് കറന്റ് ഡേറ്റ് ആണെന്നുള്ളൊരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് എസ്കേപ്പ് അടിച്ചു കൊടുക്കുകയാണ്. വീണ്ടും ആ ആരോയിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ ഓൾട്ട് പ്ലസ് F2 പീരീഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ. കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇയർ എപ്പ തൊട്ട് എപ്പ വരെയാണെന്നുള്ളത്. അതാണിത്. അതായത് 2025 ഏപ്രിൽ 1 തൊട്ട് 2026 മാർച്ച് 31 വരെയാണ് ഒരു ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞു. അതാണ് ഓൾട്ട് പ്ലസ് F2 വരുന്ന പീരീഡ്. ജസ്റ്റ് ഞാൻ വീണ്ടും എസ്കേപ്പ് അടിച്ചു കൊടുക്കുകയാണ്. ഈ F3 കമ്പനിയുടെ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതില് F3 കമ്പനി ഉണ്ട്, കമ്പനി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കമ്പനി ഷട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെയിം ഓപ്ഷൻസ് തന്നെയാണ് നമ്മൾ കമ്പനി ടാബിലും നോക്കിയത്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഈ മൂന്നാമത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത്. അതായത് ഈ ഗേറ്റ് വേ ഓഫ് ടാലി എന്ന് പറയുന്ന സ്ക്രീനിൽ മുകളിൽ വരുന്ന ടാബുകൾ. അപ്പൊ നമ്മൾ പറഞ്ഞു പോയത് ഒന്നുകൂടെ ഞാൻ പറയാം. കമ്പനി ടാബിലാണെങ്കിൽ കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഓൾട്ടർ ചെയ്യാം, എങ്ങനെ ചേഞ്ച് ചെയ്യാം, സെലക്ട് ചെയ്യാം, ഷട്ട് ചെയ്യാം, പിന്നെ ഫീച്ചേഴ്സ് F11 എങ്ങനെ നോക്കാം. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ അല്ലെ. എന്തൊക്കെയാണ് ഇതിലുള്ള ഓപ്ഷൻസ്, എന്തിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോന്നിലായിട്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞ് പോയത്. പിന്നെ ഗോ ടു ഓപ്ഷനിൽ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് എൻ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. ഇത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഡാറ്റയിലും കമ്പനിയിലും എന്തൊക്കെ ഓപ്ഷൻസ് ആണ്, എങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്